അങ്ങനെ റാങ്ക് വന്ന ദിവസം ഞാൻ വെച്ചാൽ ഈ വന്ന മെസ്സേജ് ഉണ്ട്, അത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പോലെ വരുവാ. ഫ്രം VIT ഐഡിയ എന്നൊക്കെ വരുന്ന പോലെ IL ഐഡിയ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ മെസ്സേജ് വരുവാ. ഈ ഫോണിൽ നിന്നുള്ള മെസ്സേജ് എടുത്തിട്ട് ഈ ഫോണിൽ നിന്നുള്ള മെസ്സേജ് എടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ ഈ കണ്ടന്റ് എടുത്തിട്ട് ഞാൻ അവനെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞേടാ ഇതേ മെസ്സേജ് നീ എനിക്ക് ഇങ്ങോട്ട് അയക്കണം, യുവർ സൺ ഹാസ് ഗോട്ട് 10th റാങ്ക്. എന്നിട്ട് അവൻ്റെ നമ്പർ ഞാൻ VIT എന്ന് പറഞ്ഞിട്ട് IL VIT സേവ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തിട്ട് അമ്മക്ക് ഇതിനെ ഒരു ഐഡിയ ഇല്ല. അമ്മേൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഫസ്റ്റ്. എന്നിട്ട് ഈ അവനോട് ഞാൻ പറഞ്ഞു നീ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഫോണിലോട്ട് നീ മെസ്സേജ് അയക്കണം. എന്നിട്ട് അവൻ്റെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അവൻ്റെ നമ്പർ VIT അമ്മേൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ട് ഇവനോട് മെസ്സേജ് അയക്കാൻ പറഞ്ഞു, യുവർ സൺ ഹാസ് ഗോട്ട് ദിസ് റാങ്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവനോട് അവൻ മെസ്സേജ് അയച്ചു, ഉച്ചയാകുമ്പോഴേക്ക് മെസ്സേജ് അയച്ചു, ഈ മെസ്സേജ് അയച്ചു. അപ്പം അമ്മ നോക്കുമ്പോൾ VIT എന്ന് പറഞ്ഞ മെസ്സേജ്. അപ്പം ഞാൻ അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കും, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നത് മോനെ എന്ന് പറഞ്ഞൊരു വിളി. അപ്പം ഞാൻ എന്താ കാഷ്വൽ ഒന്നും അറിയാത്ത പോലെ ശരിക്കും നടന്നാണ്. എന്താ അമ്മേ മോനെ ഇത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്താ VIT അവിടെ നിന്ന് മെസ്സേജ് വന്നിരിക്കുക, മോനെ 10th റാങ്ക്. 10th ഞാൻ 10th ഉള്ളൂ. ഞാൻ ഐ വാസ് എക്സ്പെക്ടിങ്. ഇതെന്തിനാന്നറിയാമോ? ഇനി ഇതെന്തിനാ ചെയ്തെന്ന് കൂടെ പറ, ചോദിക്ക്. വീട്ടിൽ പൊക്കൂലേ, പിന്നെ എന്തിനാ ഇത് ചെയ്തേ? അന്ന് ആ സ്പോട്ടിൽ 25,000 രൂപ ക്യാഷ് വാങ്ങിച്ചു ഞാൻ സാധാ ഉടായിപ്പൊന്നും 25. ഞാൻ പറഞ്ഞു അമ്മ ഞാൻ എന്തായാലും 10th റാങ്ക് കിട്ടിയല്ലോ. അച്ഛൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരുവേ. അച്ഛാ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ചെറിയൊരു പാർട്ടി കൊടുക്കണമെന്ന് വരും. അമ്മേ മോൻ എവിടെയാ പോണ്ടേ, മോൻ എന്താ വേണ്ടേ, ഇത് അച്ഛനെ വിളിച്ചറിയിക്കണം. അമ്മേ അച്ഛനെ ഇപ്പം അറിയിക്കണ്ട. ഞാൻ പറയാം അമ്മേ അച്ഛനെ ഇപ്പം അറിയിക്കണ്ട. അച്ഛൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ഷൂട്ടിന് തിരക്കില്ലല്ലേ, അച്ഛനെ ഇപ്പം അറിയിക്കണ്ട. അച്ഛൻ 2 ദിവസം കഴിയുമ്പോൾ അച്ഛൻ തന്നെ നേരിട്ട് പറയാം, അച്ഛന് സന്തോഷമാവും. അച്ഛൻ 2 ദിവസം കഴിഞ്ഞ് ഞാൻ 2 ദിവസം 25,000 രൂപ കൊണ്ട് വർക്കല കോളം മൊത്തത്തിൽ ആ ബെൽറ്റ് മൊത്തം ഒന്ന് കറങ്ങി അടിച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് മറ്റേ വടക്കൻ സെൽഫിയിൽ നിവിന് ബാഗ് വിട്ട് വരൂലേ, അതുപോലെ 2 ദിവസം കഴിഞ്ഞിട്ട് വരിക ബാഗ് വിട്ടിട്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നു, അച്ഛൻ വന്നു ഇവിടെ അലവലാതെ നീ കയറി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ അന്ന് വിളിച്ച തെറിക്ക് കയ്യും കണക്കൂല. പൈസ ലാഭിക്കാൻ എല്ലാം അങ്ങ് ലാഭിക്കാന്നുള്ള വിചാരാ. ഇങ്ങനെ ഒരു മോനെ കിട്ടിയത് വീട്ടുകാർ എന്താ അഭിമാന പുളകിതരായിരിക്കും അല്ലേ? അല്ല ശരിക്കും അല്ലേ? ഒരു ചെറുതല്ലേ വീട്ടില്, അവൾക്ക് ഇങ്ങനെ അച്ഛന്റെ എന്ത് കഴിവാ കിട്ടിയേക്കുന്നേ? ആ അച്ഛനല്ല വിളിക്കുന്നേ, പോപ്സിന്റെ എന്ത് കഴിവാ കിട്ടിയേക്കുന്നേ? പക്ഷെ അമ്മ പറഞ്ഞ അമ്മേനെ അമ്മ തന്നെ വിളിക്കണേ. അത്രയും മോഡേണിറ്റി ഇല്ല, ഭയങ്കര തട്ടിപ്പാ. പിന്നെ അതെ